ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല വികസനത്തിന് സംസ്ഥാനം കേന്ദ്രത്തിന് വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നൽകാമെന്ന് കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ശബരിമല ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീനമാസ പൂജ പൂർത്തിയാക്കി അടച്ച ശബരിമല ക്ഷേത്രനട 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി അടുത്ത മാസം 1 തുറക്കും. 2 ഉത്സവ കൊടിയേറ്റ് നടക്കും. ഏപ്രിൽ 11 രാവിലെ 11 അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും. അന്നേ ദിവസം വൈകിട്ട് കൊടിയിറക്കും നടക്കും. അനുമതി കൂടാതെ ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. സമയപരിധി കഴിഞ്ഞും ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല മതസൗഹാർദ്ദ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉത്പന്ന വിപണന മേളയായ ഓമല്ലൂർ വയൽവാണിഭം ആരംഭിച്ചിട്ട് ഒരാഴ്ചക്കാലം പിന്നിട്ടു. ഓമല്ലൂർ ചന്തയിലും സമീപ വയലിലുമായി 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന മേളയിൽ കന്നുകാലിച്ചന്ത, പരമ്പരാഗത കാർഷിക ഉത്പന്ന വിപണനം, പ്രദർശനം, സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് പ്രധാനമായും നടക്കുന്നത്. 500 വർഷത്തോളം പഴക്കം പറയുന്ന ഈ വിപണന മേളയിൽ ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് തങ്ങളുടെ ഉത്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാനാകും എന്നതിനാൽ സമീപ ജില്ലകളിൽ നിന്നായി ധാരാളം കർഷകരാണ് വയൽവാണിഭത്തിന് എത്തുന്നത്. കൊല്ലം വെളിനെല്ലൂർ തെക്കേ വയലിൽ നിന്ന് വിരണ്ടോടിയ കാളക്കൂറ്റൻ കെട്ടിയിരുന്ന പാലക്കുറ്റിയോടുകൂടി ഓമല്ലൂർ വയലിലെത്തുകയും ഒരു കർഷകൻ അതിനെ അതേ പാലക്കുറ്റിയിൽ ബന്ധിക്കുകയും ചെയ്തെന്നും ആ പാലമരച്ചോട്ടിൽ ആരംഭിച്ച കാലിച്ചന്ത പിന്നീട് ഓമല്ലൂർ വയൽവാണിഭമായി മാറിയെന്നുമാണ് ഐതിഹ്യം. ഇതിന്റെ ഓർമ്മ പുതുക്കി എല്ലാ കൊല്ലവും വയൽവാണിഭത്തിന്റെ തലേന്ന് കൊല്ലത്തുനിന്നെത്തുന്ന ദീപശിഖ ഘോഷയാത്ര പാലമുരച്ചുവട്ടിലെത്തി ദീപം തെളിച്ചതിന് ശേഷമാണ് ഓരോ വർഷവും മീനം 1 വയൽവാണിഭം ആരംഭിക്കുന്നത്. റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ച് വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തന പദ്ധതികളുടെ ഉദ്ഘാടനം തുലാപ്പള്ളി മർത്തോമ പാരിഷ് ഹാളിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമായി വെച്ചുച്ചിറ, പെരുനാട്, നാറാണമൂഴി, വടശ്ശേരിക്കര പഞ്ചായത്തുകളിലെ 18.5 കിലോമീറ്റർ വിസ്തൃതിയിൽ സൗരോർജ്ജവേലികൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കും. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് കഴിഞ്ഞ 2 വർഷത്തിനിടെ കൃഷിവകുപ്പ് 28 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് കൃഷിവകുപ്പ് തുക നീക്കിവെക്കുന്നതെന്നും വന്യജീവി ആക്രമണ പ്രതിരോധത്തിനായി AI സഹായത്താൽ പ്രവർത്തിക്കുന്ന നൂതന ഉപകരണങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രശ്നബാധിത മേഖലകളിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഏഴംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 12 ആശുപത്രികൾക്കാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 212 ആശുപത്രികൾക്ക് ഇത്തരത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സർവീസ് പ്രൊവിഷൻ, പേഷ്യന്റ് റൈറ്റ്സ്, ഇൻപുട്സ്, സപ്പോർട്ടീവ് സർവീസ്, ക്ലിനിക്കൽ സർവീസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി മാനേജ്മെന്റ്, ഔട്ട്കം തുടങ്ങിയ വിഭാഗങ്ങളിലായി 96.88% സ്കോർ നേടിയാണ് ഏഴംകുളം കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയതല അംഗീകാരം സ്വന്തമാക്കിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.